ഇതൊക്കെ കേൾക്കുമ്പോൾ ബുദ്ധിയുള്ളവന്മാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചില ഒരുപാട് സംശയങ്ങളാണ് വരുന്നത്. നമ്മൾ അങ്ങനെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോഴൊന്നും പറഞ്ഞാൽ ഈ കേസ് എത്തില്ല, ഓൻ അടുത്ത പെണ്ണിനെയും കൊണ്ട് നടക്കുവാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ പുറകിൽ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയൊരു സംഭവങ്ങൾ കാണാം. അതുപോലെ തന്നെ ഈ കൊച്ചിയിലൊക്കെ മക്കളെ അയക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പരമാവധി അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് രാത്രി അർദ്ധരാത്രി ഒന്നും സുഹൃത്തിൻ്റെയോ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന വഞ്ചകന്മാരുടെ ഈ ലോകത്ത് നിന്നും എങ്ങനെ പെണ്ണുങ്ങളെ രക്ഷിക്കാം. ആൺ സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചകന്മാരാണ്. ആ പെൺകുട്ടി ഇപ്പോഴും മരിച്ചിട്ടില്ല, അതൊരു വലിയ ഭാഗ്യമാണ്. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാം കഴിഞ്ഞിട്ട് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കുമായിരുന്നു സ്ഥിതി? കൊച്ചിയിലെ യുവതിയെ കത്തികാട്ടി ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ മുഖ്യപ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. അരൂർ സ്വദേശി സഞ്ജയ്ക്കായിട്ടാണ് തെരച്ചിൽ. ആൺ സുഹൃത്തിനെ അടിച്ചുവീഴ്ത്തി ചെയ്യാൻ ശ്രമിച്ചത്. ഇതുവരെ കേസിൽ 2 പ്രതികളാണ് പിടിയിലായിട്ടുള്ളത്. ആൺ സുഹൃത്തിനെ കത്തിമുനയിൽ നിർത്തി കൊച്ചിയിൽ MBA കാര്യത്തിലെ ആളൊഴിഞ്ഞ ബഹുനില കെട്ടിടത്തിൽ രാത്രി ആൺ സുഹൃത്തിനൊപ്പം എത്തിയ 24-കാരിയാണ് ഈ പീഡനത്തിന് ഇരയായത്. ആൺ സുഹൃത്തിനെ കത്തിമുനയിൽ നിർത്തി 3 യുവാക്കൾ ക്രൂരമായി ആണ് വിവരം. കെട്ടിടത്തിന്റെ 10ാം നിലയിൽ നിന്ന് ഫയർ എക്സിറ്റ് ഗൗണിയിലൂടെ പൂർണ്ണ നഗ്നിയായി ആ പെൺകുട്ടി ഇറങ്ങി ഓടി. അങ്ങനെയാണ് അവൾ രക്ഷപ്പെട്ടത്. പ്രതികളിൽ 2 പേർ പോലീസിന്റെ പിടിയിലായി എന്നാണ് വിവരം. എന്നാണെങ്കിലും കൊച്ചിയെ സംസ്ഥാനത്തെ നടുക്കുന്ന ഒരു വാർത്തയാണ്. ആജ്ഞ രവീന്ദ്രൻ അതിന് കൂടുതൽ വിവരം നൽകും. ആജ്ഞ, നിങ്ങൾ ഈ വാർത്ത ശ്രദ്ധിച്ചോന്നറിയില്ല. അതായത് 24-കാരിയായ യുവതി ആൺ സുഹൃത്തിനൊപ്പം രാത്രിയിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ പോയി എന്നാണ് വാർത്ത. കേൾക്കണം നിങ്ങൾ. അതായത് 24 വയസ്സുകാരിയാണ്, കൊച്ചിയിലാണ്, ആളൊഴിഞ്ഞ കെട്ടിടമാണ്. അവിടെ ആൺ സുഹൃത്തിനെ കൂടെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് കൃത്യമായിട്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെ പറയുന്നതാണ്. കൊച്ചിയാണെങ്കിൽ സുരക്ഷിതമല്ല. കൊച്ചിയാണെങ്കിൽ ഇതുപോലെയുള്ള ആളൊഴിഞ്ഞ മേഖല മുഴുവൻ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിടിയിലാണെന്ന് അറിയാവുന്ന ആരാണോ ഇമാതിരി പണിയെടുത്തത്? ഇവർക്കെന്താ വിദ്യാഭ്യാസം ഇല്ലായിട്ടാണോ, വിവരമില്ലായിട്ടാണോ, ജോലിയില്ലായിട്ടാണോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പം നിങ്ങൾക്ക് സല്ലപിക്കണം എന്നുണ്ടെങ്കിൽ, അർദ്ധരാത്രി സല്ലപിക്കണം എന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ പോകാം? എത്രയെത്ര ഹോട്ടലുകളുണ്ട്, എത്രയെത്ര ബീച്ചുകളുണ്ട്, എത്രയെത്ര പാർക്ക്, ആൾക്കാരുള്ള സ്ഥലങ്ങളുണ്ട്. അതായത് ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ കൊണ്ടുപോയ അവൻ തന്നെയാണ് 1ാം പ്രതി. അതായത് ഇവരുടെ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന കൂട്ടുകാരൻ, അവനെ കൃത്യമായിട്ട് പിടിച്ച് കുടഞ്ഞിട്ട് പരിശോധിക്കണം. അവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടിയെ ആ ഒരു കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയത്? അവിടെയാണ് ആദ്യത്തെ ചോദ്യം വരേണ്ടത്. കാരണം ചിലപ്പോഴൊന്നും പറഞ്ഞാൽ പ്രണയത്തിന് കണ്ണുമൂക്കും ഉണ്ടാവില്ല. പ്രണയത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുന്ന സ്ഥലത്തൊക്കെ പോകും. കാരണം എന്താ വെച്ചാൽ എങ്ങനെയായാലും നമ്മൾ ഒന്നിച്ച് ജീവിക്കേണ്ടതല്ലേ. അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകൂ എന്ന് കരുതിയിട്ട് നമ്മളെല്ലാവരും എന്താ ചെയ്യുക എന്നാൽ പ്രണയിക്കുമ്പോഴും നമ്മൾ അങ്ങനെ അങ്ങ് വിളിച്ചാൽ പോകും. അപ്പം ആൺ സുഹൃത്ത് എന്ന് പറയുന്നവൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അതാണ് ആദ്യം തന്നെ നോക്കേണ്ടത്. അതായത് ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അവൻ അറിയേണ്ടതല്ലേ. അതുമാത്രവുമല്ല, ഒരു പ്രായപൂർത്തിയായ ഒരു 24 വയസ്സുള്ളൊരു യുവതിയെയും കൊണ്ട് അങ്ങനെ പോകുമ്പോഴേ അവിടെ എന്തോ സംഭവിക്കാമെന്ന് അറിയേണ്ടതല്ലേ. അങ്ങനെയുള്ള തെണ്ടിത്തരം കൊച്ചിയിൽ കളിക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞ് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഗുണ്ടായുസവും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്നും മറ്റേതും കാണിക്കുന്ന കൊച്ചിയിൽ നമ്മളൊക്കെ പഠിക്കാൻ പെടുന്ന മക്കളോടും അല്ലെങ്കിൽ തന്നെ ഇവിടെ താമസിക്കുന്ന മക്കളോടൊക്കെ പറയുന്നത് എന്താ? രാത്രി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ വെളിയിൽ ഇറങ്ങരുത് മക്കളെ, 10 മണിക്കുള്ളിൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തണം എന്ന് തന്നെയാണ് പറയാറ്. അപ്പോൾ എന്താ ഇത് ഇന്ത്യ മഹാരാജ്യയിലെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ വരും. ചോദിക്കുന്നവൻ ചോദിച്ചോട്ടെ, തൻ്റെ മകളുടെ കാര്യമാണ് താൻ പറയുന്നത്, അങ്ങനെ പറഞ്ഞാൽ മതി. അതായത് നമ്മുടെ മക്കളുടെ കാര്യം പറയാൻ വേറെ ആരും വരില്ല, നമ്മൾ തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ആൺ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന മണഗുണാഞ്ചന്മാർ വിളിക്കുമ്പോൾ ഒരു കാരണവശാലും പോകരുത്. എൻ്റെ ഒരു ബലമായ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഈ ഒരു ടീമുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാണ്. അതാണ് ആദ്യം തന്നെ അന്വേഷിക്കേണ്ടത്. അല്ലാതെ തലക്ക് ബോധമുള്ള ആരെങ്കിലും പോവാടേ. അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഒരാൾ പോലും ഇല്ലാത്ത, ഒരാൾ പോലും ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പാമ്പും അതിൽ അങ്ങോട്ടുള്ള എല്ലാ സംഭവം ഉണ്ടാവും. കാട് പിടിച്ച പ്രദേശത്തൊക്കെ ഇതുണ്ടാവില്ലേ? അല്ല, ആലോചിച്ച് നോക്കുക. എന്നിട്ടും അവിടെ പോയിട്ട് എന്തോ സല്ലപിക്കാൻ പോയതെന്നാണ് പറയുന്നത്. എന്ത് സല്ലപിക്കാനാണ് നട്ടബാര്യക്ക്? അവിടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഏതെല്ലാം തരത്തിലുള്ള ആൾക്കാരാണ് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സല്ലപിക്കുമ്പോൾ യുവമാർ പോയിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടാകും. ഇവന്മാർ അങ്ങനെ ഇവരെ കയറി പിടിക്കാൻ പോയപ്പോഴും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സദാചാരം കളിച്ചിട്ടുണ്ടാകും. ഇതൊക്കെയാണ് സംഭവിച്ചത്, അല്ലാതെ വേറെയൊന്നുമല്ല. അവിടെ ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിന് ഇങ്ങനെ കത്തി കാട്ടിയിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്മാരുടെ എല്ലാം കടുകാമണി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അല്ലാതെ വേറെ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. കുറേ നാൾ കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ ഉമ്മറങ്ങി ജാമ്യത്തിൽ ഇറങ്ങും, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വശം നോക്കുമ്പോഴേ ഈ അർദ്ധരാത്രി പോയവരും കുറച്ച് തെറ്റുകാർ അർദ്ധരാത്രി പോകാൻ പാടില്ല. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളെ തത്വങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ജീവിക്കണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഇറങ്ങിയാൽ നടക്കണ്ടേ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊന്നും ഞാൻ ഇടപെടുന്നില്ല. നമ്മുടെ രാത്രി സ്വാതന്ത്ര്യം ഇപ്പോഴും കുറേ ആൾക്കാർ പറയുന്ന പോലെ രാത്രി യാത്ര ഇതൊക്കെ നിൽക്കട്ടെ. നമ്മുടെ ജീവനാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. അതായത് നമ്മൾ എല്ലാവരെയും തുടച്ച് നീക്കി കഴിഞ്ഞാലും ഒരു ഗോവിന്ദചാമിയെങ്കിലും എവിടെയെങ്കിലും ഒഴിഞ്ഞിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇതേപോലെയുള്ള ടീമുകൾ, ഇതേപോലെ ഗോവിന്ദചാമിമാർ എവിടെയെങ്കിലും ഒഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് അവറ്റകളെ പേടിച്ചിട്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഞങ്ങളെ വീട്ടിലെത്തുക, അതാ വേണ്ടു. ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ആണായാലും പെണ്ണായാലും രാത്രി 10 മണി 11 മണി കഴിഞ്ഞ് എന്തിനാ ഒരു സഞ്ചാരം? നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നാൽ പോരെ. ഇനി നമുക്ക് നൈറ്റ് ലൈഫൊക്കെ ആസ്വദിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൂട്ടായിട്ട് പോകും. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി തോന്നിവാസവുമില്ല. അല്ലെങ്കിൽ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്, ഒരു പൂട്ടിയിട്ട ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല അവിടെ. അപ്പൊ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം, ഈ ആൺ സുഹൃത്ത് എന്ന് പറയുന്നവൻ ചതിയനാണ്. അവനെ വിശ്വസിക്കരുത്. അവന്റെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ അവനിനിയിപ്പോ ഈ സ്ത്രീനെ കൈയൊഴിഞ്ഞ് ചിലപ്പോഴേ അവൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ടോ, അതിനു വേണ്ടിയിട്ട് ഈ യുവതിയെ ചതിച്ചതാണോ എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. അതാണ് വേണ്ടത്. നമ്മളിപ്പോഴും കേൾക്കുമ്പോൾ എന്താ, അവിടെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന 3 എണ്ണം വന്നു. ഇവിടെ പിന്നെ എന്താ പറയണ്ടേ, ഇവിടെ വന്നിട്ട് സല്ലപിക്കുന്ന യുവാവിനെ അടിച്ച് താഴെയിടുന്നു. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യുവതിയെ കടത്തിക്കൊണ്ടുപോയിട്ട് അവരെന്തൊക്കെയോ ചെയ്യുന്നു. യുവതി പൂർണ്ണ നഗ്നിയായിട്ട് ഓടുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ, ബുദ്ധിയുള്ളവന്മാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളാണ് വരുന്നത്. നമ്മൾ അങ്ങനെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോഴൊന്നും പറഞ്ഞ ഈ കേസ് എത്തില്ല. അടുത്ത പെണ്ണിനെയും കൊണ്ട് നടക്കുവാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ പുറകിൽ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയൊരു സംഭവങ്ങൾ കാണാം. അതുപോലെ തന്നെ ഈ കൊച്ചിയിലൊക്കെ മക്കളെ അയക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പരമാവധി അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് രാത്രി അർദ്ധരാത്രി ഒന്നും സുഹൃത്തിൻ്റെയോ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന വഞ്ചകന്മാരുടെ ഈ ലോകത്ത് നിന്നും എങ്ങനെ പെണ്ണുങ്ങളെ രക്ഷിക്കാം. ആൺ സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചകന്മാരാണ്. ആ പെൺകുട്ടി ഇപ്പോഴും മരിച്ചിട്ടില്ല, അതൊരു വലിയ ഭാഗ്യമാണ്. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാം കഴിഞ്ഞിട്ട് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കുമായിരുന്നു സ്ഥിതി? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ പോകരുത്. ഈ ആൺ സുഹൃത്തുക്കളെ നിങ്ങൾ വിശ്വസിക്കരുത്. ആൺ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന വർഗത്തെ നിങ്ങൾ വിശ്വസിക്കരുത്. ചതിയന്മാരാണ്, ഏത് നിമിഷവും ചതിക്കുവാടുന്ന്. സല്ലപിക്കാൻ പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടവായിരിക്കും സന്ധ്യ പറ്റുമ്പോൾ വീട്ടിൽ എത്തേണ്ട ആൾക്കാർ ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പറയാനാളുണ്ടാവും, ഒരുപാട് പറയാനുള്ള ആൾക്കാരുണ്ടാവും. അത് നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടേ, നമുക്ക് ഇറങ്ങണ്ടേ എന്നൊക്കെ. നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടേതാണ്, വേറെ ആളുടേതല്ല. ഞാൻ പോകും, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കാൻ വേണ്ടി വരും. ചിലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും എല്ലാ ടൈമിലും എന്ന് പറഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാം ചെയ്തു കഴിഞ്ഞതിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടിയിട്ട് കാര്യമുണ്ടോ? അത് പറ. അത് ഇല്ലാതിരിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത്. അത് ഇല്ലാതിരിക്കാൻ വേണ്ടി പരമാവധി നോക്കുക. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ആ വാർത്ത കേട്ടപ്പോഴേ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അതായത് ഇവനെക്കാട്ടിയും ഈ ടീമുകളെ ചിലപ്പോൾ കൊട്ടേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയതിന് ഇവനാണോ എന്നുള്ള സംശയം. അല്ലാതെ എന്ന് പറഞ്ഞ് ഇമാതിരി തൊട്ടിത്തരം ചെയ്യാൻ പോവുക. നല്ല ജോലിയുണ്ട് എന്ന് പറയുന്നത്, HR ജോലി ചെയ്യുന്നത് പറയുന്നത്, അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ സാലറി ഉള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നല്ല സേഫായിട്ടില്ല സ്ഥലത്ത് എടുത്തൂടെ? അല്ല, ഇത്രയും ഈ സല്ലപിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഇവർക്ക് എത്രമാത്രം സേഫ്റ്റിയുള്ള സ്ഥലങ്ങളുണ്ടാവും. അല്ല, കൊച്ചിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഒരാളും പോകരുതട്ടെ. ഇനി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ആൺ സുഹൃത്തുക്കളുടെ കൂടെ പോകുന്നുണ്ടെങ്കിൽ പറയാണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കാരണവശാലും പോകരുതേ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നാറിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടല്ല കാര്യം. നിങ്ങൾ ശ്രദ്ധിക്കോ, വളരെ ശ്രദ്ധിക്കോ. ആൺ സുഹൃത്തുക്കളിൽ നിങ്ങൾ നമ്പണ്ട. നന്ദി, നമസ്കാരം.